വലിയവനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും നന്ദിയും കരയേറ്റുന്നു. പ്രിയ വായന സുഹൃത്തെ, പുതിയ വായനയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4, ഒന്നാമത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 22-ാം അധ്യായം. അതൊരു ദീർഘമായ ഒരു പാട്ടാണ്. 51 വാക്യങ്ങളുള്ള ഒരു ദീർഘമായ പാട്ടാണ്. അതിൻ്റെ ടൈറ്റിൽ എന്ന നിലയ്ക്ക് എന്താണ് ഇതെന്ന് എഴുതിയിരിക്കുന്നത്? യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയത് എന്തെന്നാൽ, പിന്നെ താഴോട്ട് വായിക്കുന്ന ബാക്കി എല്ലാ വാക്യങ്ങളും ആ സംഗീതത്തിലെ 50 വാക്യങ്ങൾ ബാക്കി ആ സംഗീതത്തിലെ അല്ലെങ്കിൽ സംഗീതമാണ്. അതിൽ താൻ എന്തായിരുന്നുവെന്നും തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ വഴികളിൽ, കഷ്ടങ്ങളിൽ, പ്രയാസങ്ങൾ, അവിടെ നിന്ന് ലഭിച്ച വിടുതലുകൾ, ഇതെല്ലാം ദൈവം തന്നെ നടത്തിയ വിധങ്ങൾ, അവിടെ ദൈവത്തിൻ്റെ സ്ഥാനം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിക്കുന്ന, നന്ദി പറയുന്ന, തൻ്റെ ദൈവത്തോടുള്ള ആ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു അധ്യായമാണിത്. ഞാൻ ചുരുക്കമായി പറഞ്ഞാൽ ഇത് സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം, അതായത് 18-ാമത്തെ സങ്കീർത്തനം കൃത്യമായി ഈ 22-ാം അധ്യായത്തിൽ 2 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇത് അതുപോലെ തന്നെയാണ്. അതിന് ചില വാക്കുകളോ എന്തെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതല്ലാതെ സങ്കീർത്തനങ്ങൾ 18 കൂടെ ഇതിൻ്റെ കൂടെ വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് ചുരുക്കമായി പറയാൻ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 52 വാക്യങ്ങളുണ്ടെങ്കിലും ദീർഘമായ ഒരു സംഗീതമാണെങ്കിലും സങ്കീർത്തനങ്ങൾ 18 കൂടെ വായിക്കാൻ അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം. ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇത് 25-ാം അധ്യായമാണ്. യോശിയ രാജാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവിൻ്റെ 1-ാം ആണ്ട് തന്നെ, സകല യഹൂദ ജനത്തെയും കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. ഇപ്പോൾ 24 നമ്മൾ എന്താ കാണുന്നത്? യെഹോയാക്കീമിൻ്റെ മകനായ യഹൂദ രാജാവായ യൊഖന്യാവിൻ്റെയും അവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം എഴുതപ്പെട്ടതാണ് 24-ാം അധ്യായം. നമ്മൾ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് 24-ാം അധ്യായത്തിന് ശേഷം നടന്ന കാര്യമാണ് 25-ലേത്, 25-ലേതിന് ശേഷം നടന്നതാണ് 26-ലേത്, 26-ന് ശേഷം നടന്നതാണ് 27-ാം അധ്യായത്തിലേക്ക് എന്ന രീതിയിൽ വായന കൊണ്ടുപോകരുത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആദ്യവും നടന്നത് പിന്നെ നടന്നത് ആദ്യവും ഒക്കെ ആയിട്ട് പല സമയത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടം ശ്രദ്ധിച്ചു വേണം നമ്മൾ വായിക്കാൻ. അപ്പോൾ 24-ാം അധ്യായത്തിന് ശേഷം നടന്ന കാര്യമല്ല, മറിച്ച് 24-ാം അധ്യായത്തിൽ നടന്ന കാര്യത്തിന് മുമ്പ് നടന്ന കാര്യമാണ് ഇവിടെ 25-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അത് യെഹോയാക്കീം എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്താണ്. മറ്റത് യെഹോയാക്കീനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയത്, ഈ യഹൂദ രാജാവ് യെഹോയാക്കീമിൻ്റെ മകനായ യെഹോയാക്കീമിനെ പിടിച്ചുകൊണ്ട് പോയപ്പെട്ടതിന് ശേഷം എഴുതപ്പെട്ടതാണത്. അപ്പം നമ്മളിന്ന് വായിക്കുന്ന ഭാഗത്തിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ 1-ാമത്തെ ആണ്ട്, യെഹോയാക്കീമിൻ്റെ 4-ാമത്തെ ആണ്ട്. ഇനി യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചന ശുശ്രൂഷ എത്രാമത്തെ ആണ്ടെന്ന് നമുക്ക് താഴോട്ട് വായിക്കാം. ആമോൻ്റെ മകനായ യഹൂദ രാജാവായ യോശിയാവിൻ്റെ 13-ാം ആണ്ട് മുതൽ. അപ്പോൾ നമ്മളത് 1-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്ന് മുതലാണ്, ഏത് രാജാവിൻ്റെ കാലം മുതലാണ് ഈ യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചന ശുശ്രൂഷ തുടങ്ങുന്നത്? അത് യോശിയ രാജാവിൻ്റെ 13-ാം ആണ്ട് മുതലാണെന്ന് ഇപ്പം ഈ എഴുതിയത് വെച്ചിട്ടായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്. അതല്ല ആധികാരികമായ രേഖ. ഈ 25-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ് ആധികാരികമായ രേഖ. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് 13-ാം വർഷമാണ് ഈ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നുള്ളത് മനസ്സിലാകുന്നതും. അത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്നിട്ട് പറയും, ഞാൻ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ 23 സംവത്സരം. പ്രിയമുള്ളവരെ, ഓർക്കൂ, 23 വർഷം ദൈവം ഈ യിരെമ്യാ പ്രവാചകനിലൂടെ ഈ മുന്നറിയിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 23-ൽ തീരുന്നില്ല. ഇന്നിപ്പോൾ 25 അധ്യായമായുള്ളൂ. ഇനിയുമുണ്ട് 26 അധ്യായങ്ങൾ.
അപ്പോൾ വർഷങ്ങൾ ഇനിയും എടുത്തിട്ടുണ്ട്. 23 വർഷം ഇപ്പോഴും. യഹോയാക്കീമിൻ്റെ കാലത്ത് 23 വർഷം. ഇനി യഹോയാക്കീമിന് ശേഷം യഹോയാക്കീൻ, അതിനുശേഷം പിന്നെ സിദക്കിയാവ് ഒക്കെ രാജാക്കന്മാർ കിടക്കുന്നു. അപ്പോൾ 23 വർഷമല്ല, അതിൽ കൂടുതൽ വർഷങ്ങൾ പ്രവചന ശുശ്രൂഷ നടത്തിക്കൊണ്ടേയിരുന്നു. ദൈവം ഈ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് നോഹയുടെ കാലമാണ്. അപ്പോൾ ഇവിടെ 23, 30, 35 വർഷമൊക്കെ ഇവിടെ ഒരു ഈ വരുന്ന ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോഹയുടെ കാലത്ത് എത്ര നാൾ നോഹ ഈ ജലപ്രളയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. തുടർച്ചയായി പതിറ്റാണ്ടുകൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും. അതിനൊരു കാലത്തിനെക്കുറിച്ചൊരു ചിന്തിക്കാനൊരു വലിയ കാര്യം പറയാനുള്ളത് ആ പെട്ടകത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. ആ പെട്ടകത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നീളവും വീതിയും ഒക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനൊക്കത്തില്ല. നീളവും വീതിയും അതിൻ്റെ തട്ടുകളും അതിൻ്റെ ഷേപ്പും അത് ഏത് മരം വേണമെന്നുള്ളതും അകത്തുള്ള അറേഞ്ച്മെൻറ്റ്സും തട്ടുകളും എല്ലാം പല പല മൃഗങ്ങളാണ്. ആനയുടെ സ്വഭാവവും ബാക്കി കടുവയുടെയും കരടിയുടെയും സ്വഭാവം എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള പ്രത്യേകമായ അറകളും കാര്യങ്ങളും വേണം. അവർക്ക് വേണ്ട ആഹാരം കരുതണം. അപ്പോൾ അതുമാത്രമല്ല, അവിടെ കൂടുതൽ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. നോഹയുടെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാൻ. നോഹയുടെ കുടുംബം അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ പെട്ടകത്തിൽ കടക്കണമല്ലോ. അവരെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോഹയുടെ കുടുംബം മാത്രം, പരമാവധി 8 പേർ മാത്രമാണ് ആ പെട്ടകത്തിൻ്റെ പണിയിലുണ്ടായിരുന്നത്. അപ്പോൾ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? പെട്ടകം പണി തീരാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? അദ്ദേഹം ഈ പെട്ടകത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് എത്ര നാളുണ്ടാവും? അപ്പോൾ പതിറ്റാണ്ടുകൾ എടുത്ത ഒരു ശുശ്രൂഷയായിരുന്നു നോഹയുടെ ശുശ്രൂഷ എന്ന് നമുക്ക് കരുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ യിരെമ്യാ പ്രവാചകൻ്റെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും പതിറ്റാണ്ടുകളെടുത്ത് ദൈവം ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം എന്തുമാത്രം കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം എന്തുമാത്രം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവത്തിന് ഒരു മാസം കൊണ്ട് ഇവരോട് മുഴുവൻ പറയാനൊക്കത്തില്ലേ? ഈ ഇസ്രായേൽ ജനത്തോട് മുഴുവൻ മാക്സിമം 1 മാസം എടുക്കും, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ. ആ 1 മാസം, അല്ലെങ്കിൽ പോട്ടെ 1 വർഷം എടുക്കട്ടെ, 1 വർഷം എടുത്താലും ഇസ്രായേൽ ജനത്തിനോട് മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് ശിക്ഷ നടത്താം. ആരെങ്കിലും മനം തിരിഞ്ഞ് വരുന്നെങ്കിൽ മനം തിരിഞ്ഞ് വരട്ടെ എന്നും പറഞ്ഞിട്ട് ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. മാത്രമല്ല 70 വർഷത്തെ പ്രവാസകാലത്തിലേക്ക് പോവുകയാണ്. അത് ഒഴിവാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക. ഇനി പ്രവാസകാലത്തിൽ എന്താ പറയുന്നത്? പ്രവാസകാലത്തിൽ അവിടെ നിങ്ങൾ പ്രവാസത്തിൽ പോയാൽ നിങ്ങൾക്ക് നന്നായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ പല ആളുകളെയും പല വ്യക്തികളെയും ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്കൊക്കെയും നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പരമാവധി ആൾക്കാരെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നാലും പരമാവധി ആൾക്കാരെ ബാബയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടെ സംരക്ഷിച്ചിട്ട്, ഇതിനെ ദൈവത്തിന് നശിപ്പിക്കാനല്ല, മറിച്ച് അവരെ ഇനി മടക്കി കൊണ്ടുവരണം. 70 സംവത്സരം കഴിഞ്ഞ് അവരെ മടക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ മടക്കി കൊണ്ടുവരണമെങ്കിൽ അവിടെ ജനമുണ്ടാവണം. ആ ജനം ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട ജനമായിരിക്കണം. അവിടെ ഒരു പ്രത്യേക പ്രിവിലേജ് അവർക്ക് കിട്ടണം. എന്നാൽ മാത്രമേ അവർക്ക് ആരോഗ്യത്തോടെയും ദൈവത്തിലുള്ള വിശ്വാസത്തോടെയും തന്നെ വേണം മടങ്ങി വരാൻ. മടങ്ങി വന്നിട്ട് ഇവിടെ പറയുന്നത്, മടങ്ങി വന്നിട്ട് പിന്നെ അവർ ഈ ദൈവത്തെ അന്വേഷിച്ച് തന്നെ നിൽക്കും, ദൈവത്തിൻ്റെ കൂടെ നിൽക്കും. അവർ പിന്നെ അന്യ ദൈവങ്ങളെ അന്വേഷിച്ച് പോവുകയില്ല എന്നുള്ള ഉറപ്പ് ദൈവം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലദൈർഘ്യം കൊടുക്കുന്നത്. ദൈവം ദീർഘക്ഷമയോടെ ഇരുന്ന്. അപ്പോൾ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കണം. ദൈവത്തെയാണ് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഈ വിവരണം പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യം ദൈവമാണ്. നമ്മൾ മനുഷ്യനെ കാണുന്ന പോലെ ദൈവത്തെ കാണരുത്. ദൈവമാണ്. ദൈവത്തെ കാണേണ്ട പോലെ കാണാം. ദൈവം ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് തിരിച്ചു ചോദിക്കാനൊക്കത്തില്ല. കാരണം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന, ദൈവത്തിൻ്റെ കീഴിലിരിക്കുന്ന, ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവത്തിൻ്റെ അധികാരത്തിലിരിക്കുന്നതാണ്. അതാണ് കളിമണ്ണിൻ്റെ കാര്യത്തിൽ. കളിമണ്ണ് കുശവനോട് ചോദിക്കത്തില്ല, എന്ത് പാട് ഈ ചെയ്തു വെക്കുന്നത്, നിനക്ക് തോന്നുന്ന പോലെയൊക്കെ എന്നെ ഉണ്ടാക്കുകയാണല്ലോ, ഇന്നലെ ചവിട്ടിക്കുഴച്ചു, ഇന്ന് താണ്ടായിട്ട് വട്ടം കറക്കുന്നു, ഇതൊക്കെ ഒന്നും കാരണം എന്തുകൊണ്ട് ആ കളിമണ്ണിൻ്റെ മേൽ പൂർണ്ണമായ അധികാരം ഈ കുശവനുള്ളതുപോലെയാണ് തൻ്റെ സൃഷ്ടിയുടെ മേൽ ദൈവത്തിന് അധികാരമുള്ളത്. ആ ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നത് എല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും അതുപോലെയൊക്കെ ഉള്ളതുമാണ്. അതുകൊണ്ട് അപ്പോൾ ഈ 25-ാമത്തിൽ ഈ അധ്യായത്തിൽ ഒരു പ്രത്യേകതയുള്ളത് അതുകൂടെ പറയാം. അത് അപ്പം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. 11-ാമത്തെ ഞാനിത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ എല്ലാ അധ്യായങ്ങളിലും ഒരേ സമാന രീതിയിലുള്ള കാര്യങ്ങൾ, മുന്നറിയിപ്പുകളാണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാനൊക്കത്തില്ല. അത് ഈ ഒരു അധ്യായത്തിൽ മാത്രമാണുള്ളത്. യിരെമ്യാ പ്രവാചകൻ പുസ്തകം 25-ാം അധ്യായം അതുകൊണ്ട് പ്രാധാന്യമുള്ളത്.
ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമായിത്തീരും. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമൊക്കെ ആയിത്തീരും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും. ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് 12-ാം വാക്യത്തിൽ 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ഈ ജാതിയെ അവരുടെ കൽദേർ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും. ഏതിനെ? ഈ ബാബേൽ രാജാവിനെ. എന്നിട്ട് അവരെ അവിടുന്ന് സകലത്തെയും, എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി ഈ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് 70 സംവത്സരത്തെ ബാബേൽ പ്രവാസത്തെ കൃത്യമായി പറയുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് ഈ അധ്യായത്തിലാണുള്ളത്. ഇനി 29-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് ഇവരെ മടക്കിക്കൊണ്ടുവരും. അതായത് 70 സംവത്സരം കഴിഞ്ഞേ ഞാൻ ഇവരെ മടക്കിക്കൊണ്ടുവരികയുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് 29-ാം അധ്യായത്തിലുമാണ്. അപ്പോൾ അതാണ്, ഈ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ അരുളപ്പാട് സ്ഥിരമായി, നിരന്തരമായി, ദീർഘക്ഷമയോടെ ദൈവം വീണ്ടും 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 തൻ്റെ ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 3-ാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് റോമർക്ക് എഴുതിയ ലേഖനം 13-14 അധ്യായങ്ങൾ. 13-ാം അധ്യായത്തിലേക്ക് അവിടെ വായിക്കുന്നത് സകല അധികാരങ്ങളും ദൈവത്താലാണ്. ഇപ്പോൾ ഭൂമിയിൽ നമുക്ക് ഒരുപാട് അധികാരങ്ങൾ കാണാം. ആ അധികാരങ്ങളെ സംബന്ധിച്ച് ദൈവം പറയുന്നതാണ്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ എല്ലാ അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യനും അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠ അധികാരങ്ങളാണ്. പക്ഷേ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും നീതിയോടെയും ന്യായത്തോടെയും അല്ല തൻ്റെ ക്രിയകൾ, ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. എന്നാൽ അത് ദൈവത്താൽ ഉള്ള അധികാരമായതുകൊണ്ട് നമ്മൾ ആ ശ്രേഷ്ഠ അധികാരത്തിന് കീഴ്പ്പെട്ട് തന്നെ നിൽക്കണമെന്നാണ് വചനം പറയുന്നത്. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യുക. ഇത് ഇങ്ങനെ ആയിരിക്കുമ്പോഴും ഇന്ന് നന്മ ചെയ്യുന്നവരെ പോലും തുറുങ്കിലടയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് യേശുക്രിസ്തു നന്മ ചെയ്യാഞ്ഞിട്ടല്ലല്ലോ. യേശുക്രിസ്തു ചെയ്തിടത്തോളം നന്മ ചെയ്തും സുവിശേഷം പറഞ്ഞും കൊണ്ട് നടന്നു എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും നന്മ ചെയ്യുക, ആളുകൾക്ക് സഹായം ചെയ്യുക, ആളുകളുടെ രോഗം സൗഖ്യമാക്കുക, അവരെ കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കുക, അവരോട് നല്ല വാക്കുകൾ പറയുക, സുവിശേഷം അറിയിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, അങ്ങനെ ചെയ്തിട്ടും ആളുകൾ ഉപദ്രവിക്കുന്നതാണ്, അല്ലെങ്കിൽ അധികാരികൾ ഉപദ്രവിക്കുന്നതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയും വിചാരിച്ച് കീഴടങ്ങുക. പക്ഷെ മനസാക്ഷി എന്ന് പറയുന്നത് നമുക്ക് ഈ ദൈവം കൊടുത്ത അധികാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ കീഴടങ്ങലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി കൊടുക്കണം, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുക്കണം, ഭയം കാണിക്കേണ്ടവന് ഭയം കാണിക്കണം, മാനം കൊടുക്കേണ്ടവന് മാനം കൊടുക്കണം. അപ്പോൾ ഇതാണ് എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല. മാനം കൊടുക്കേണ്ടവർക്ക് മാനം കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ടത് ടാക്സ് കൊടുക്കണം. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ട് കടം കൊടുക്കേണ്ടവന് കടം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, സ്നേഹിക്കുന്നതിനല്ലാതെ ആരോടും കടംപ്പെട്ടിരിക്കരുത്. സ്നേഹത്തിന് കടപ്പെടാം. ഞാനൊരുത്തിനെ സ്നേഹിച്ചു, എനിക്ക് തിരിച്ച് സ്നേഹം കിട്ടുന്ന തരത്തിലുള്ള കടത്തിലേക്ക് ആകാം. അത് മാത്രമേ കടത്തിലാകാവൂ. വേറെ ഒന്നിലും ആരോട്ടും കടപ്പെട്ടിരിക്കരുത് എന്നാണ്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം, സ്നേഹം ഒരിക്കലും മറ്റുള്ളവർക്ക്, നമുക്കിപ്പോൾ മക്കളെ സ്നേഹിക്കുന്നവർക്കറിയാം നമ്മൾ മക്കൾക്കൊരു ദോഷവും വരുത്തരുത്. എന്തുകൊണ്ടാണ്? മക്കൾക്ക് ദോഷം വരാൻ ആഗ്രഹിക്കുകയും മക്കൾക്ക് ദോഷം വരുത്തുകയും ചെയ്യാത്ത മാതാപിതാക്കൾ എന്തുകൊണ്ടാണ്? അവർക്ക് ആ മക്കളോടുള്ള അത്രയും സ്നേഹമാണ്. എന്നാൽ സഹോദരനെ ഉപദ്രവിക്കുകയും മറ്റുള്ള അതിർത്തിയിലുള്ളവൻ്റെ അതിൻ്റെ കല്ല് മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ അയാളും സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിൻ്റെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള ഉപദേശം എത്രമാത്രം ആഴമുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇരുട്ടിൻ്റെ ആയുധവർഗ്ഗങ്ങളൊക്കെ നമ്മൾ താഴെ വെച്ച് കളയണം. എന്നിട്ട് വെളിച്ചത്തിൻ്റെ സർവ്വായുധം നമ്മൾ ധരിക്കണമെന്നാണ് പറയുന്നത്. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായിട്ട്. രാത്രിയാകുമ്പോഴാണല്ലോ പലർക്കും ആളുകൾ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യുന്നത് പകൽ ചെയ്യുന്നത് പോലെ, പകൽ മറ്റുള്ളവർ കാണുക നമ്മൾ ചെയ്യുന്ന ഇതുപോലെ തന്നെ മറ്റുള്ളവർ കാണാത്ത സമയത്ത് നമ്മൾ ജീവിക്കണം. ഇപ്പോൾ നമ്മൾക്ക് ആരും നമ്മളെ കാണുന്നില്ല,
അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആകാമെന്നില്ല. കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കുന്നു അതുപോലെ കാണാത്ത സമയത്തും ആയിരിക്കണമെന്ന് വചനം നമുക്ക് ഉപദേശിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് പറഞ്ഞാണ് 13-ാം അധ്യായം അവസാനിക്കുന്നത്. 14 സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളുവിൻ. അപ്പോൾ വിശ്വാസം എല്ലാവർക്കും ഒരുപോലല്ല പങ്കിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വിശ്വാസം ഒരുപോലല്ല ഉള്ളത്. അത് ആഹാരത്തെ സംബന്ധിച്ച് പോലും ബലഹീനനായിട്ടുള്ളവർ, ചിലത് തിന്നരുത്, തിന്നാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. അത് സത്യം പറഞ്ഞാൽ ദൈവം കൽപ്പിച്ചിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ അവൻ്റെ മനസാക്ഷി അത് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട്, അതൊരു ബലഹീനതയാണ്. അങ്ങനെ പല കാര്യത്തിലും ബലഹീനരായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെയും ചേർത്ത് കൊള്ളുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട്. ദിവസത്തെ ആദരിക്കുന്നവരുണ്ട്, ചില ദിവസത്തെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നുണ്ട്. ആഹാരത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് ആദരിക്കുന്നതൊക്കെ കർത്താവ് ദിവസത്തെ ആരാധിക്കുന്നതും കർത്താവിനെ ആദരിക്കുന്നതാണ് വായിക്കുന്നത്. അപ്പോൾ ദിവസം ഉണ്ടാക്കിയത് ആരാ? ദൈവമാണ് ഒരു ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ദിവസം ഞാൻ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ ആദരിക്കുന്നതിന്, ദൈവത്തെ ബഹുമാനിക്കുന്ന തുല്യം അന്നർത്ഥത്തിലാണ് എന്നെ കണ്ടാൽ മതി. അല്ല ഒരു ദിവസത്തെയും നമുക്ക് പ്രത്യേകമായി ഈ ദിവസത്തിന് പ്രത്യേകത, ആ ദിവസത്തിന് പ്രത്യേകത ഒന്നും നമ്മൾ കാണേണ്ട കാര്യം. എല്ലാ ദിവസവും ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാ ദിവസവും നല്ലതാണ്. എല്ലാ ദിവസവും നന്മയുള്ളതാണ്. എല്ലാ ദിവസവും അതുകൊണ്ട് ആ ദിവസത്തെ ഓർത്ത് ദൈവത്തെ ആദരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ദൈവമാണ് ഇതെല്ലാം നമുക്ക് തന്നതെന്നുള്ളത്. തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിന്നാത്തവൻ കർത്താവിനായി ചിലർ കഴിക്കാത്തവനും ദൈവത്തിനായി കഴിക്കാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് അത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത മാനസികമായ ചില തോന്നലുകളും ഒക്കെ ആയിട്ട് പോകേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്. ഓർത്തുകൊള്ളണം, ഈ സഹോദരനോട് ധിക്കരിക്കുകയും സഹോദരൻ നിസ്സാരെന്ന് പറയുകയും സഹോദരനെക്കുറിച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും സഹോദരന്മാരും എല്ലാവരും ദൈവത്തിൻ്റെ ന്യായസ്ഥാനത്തിൽ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി അന്യോന്യം വിധിക്കരുത്. അങ്ങോട്ടും വിധിക്കണ്ട, ഇങ്ങോട്ടും വിധിക്കണ്ട. സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുന്നു. ഒരു തരത്തിലും നമ്മുടെ സഹജീവികളോടൊക്കെ, സഹോദരന്മാർക്ക്, നമുക്കറിയാവുന്ന ആളുകളോട് ഒരു തരത്തിലുള്ള ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ ഓർക്കുക. സ്നേഹമുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ദൈവം കൃത്യമായി തരും. സ്നേഹമില്ലായ്മയാണ് ഇതിനകത്ത് കാരണം. അപ്പോൾ സ്നേഹിക്കാൻ ശ്രമിക്കുക, സ്നേഹിക്കാൻ തയ്യാറാകുക, സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. എങ്ങനെ ഞാൻ സ്നേഹിക്കും? എന്നെ ഉപദ്രവിച്ച ഇവനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? എന്തെല്ലാം ആണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തുവിനെ ഓർത്താൽ മതി. ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പം ഇവരിത് അറിയാതെ ചെയ്യുന്നതായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയണമെങ്കിൽ ഒരാളെ കൊല്ലുന്നത് തെറ്റാണെന്ന് അവരറിയാഞ്ഞിട്ടാണോ? അവർക്കറിയാം. അവരുടെ മോശയുടെ കൽപ്പന പ്രകാരം കൊല ചെയ്യരുതെന്നുണ്ട്. ആ കൊല ചെയ്യുകയും കൊലയ്ക്ക് കൂട്ടുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമാണ്. അപ്പോൾ അവരോട് ദൈവം ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയാതെ ചെയ്യുന്നതാണ്. ഇവർക്കറിയില്ല. വിചാരിക്കുന്നത് ഇവർ ന്യായമായ കാര്യമാണ്, ദൈവത്തിന് വേണ്ടി ഏറ്റവും വലിയൊരു പ്രവൃത്തി ചെയ്യുന്നതാണ് അവർ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. യഥാർത്ഥത്തിൽ അവരറിയുന്നില്ല അവർ ചെയ്യുന്നത്. അവർ ജീവനായകനെയാണ് ഈ കൊല്ലുന്നത്. അവർക്ക് വേണ്ടി ദൈവം അയച്ചവനെയാണ് ഈ കൊല്ലുന്നത്. അപ്പോൾ അതവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്ക് അറിയുന്നില്ല. അപ്പം അതാണ് അതിൻ്റെ നമ്മൾ ക്ഷമിക്കണമെന്ന് പറയുമ്പം ക്ഷമിക്കാൻ കഴിയത്തില്ല. എങ്ങനെ ക്ഷമിക്കും എന്ന് ചോദിക്കും. നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. അത്രയേ ഉള്ളൂ. അത് നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തി ബലമൊക്കെ തരും. ദൈവരാജ്യവും ഭക്ഷണവും പാനീയമില്ല. അവിടെ ആഹാരം കഴിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കഴിക്കരുത്, ഇങ്ങനെ കഴിക്കണം, ഇത് എന്നൊക്കെ. അപ്പം നിൻ്റെ ഭക്ഷണം കൊണ്ട് ക്രിസ്തു ഈ പറഞ്ഞ സഹോദരനെ ദുഷിക്കരുത്, അല്ലെങ്കിൽ അവനെ നശിപ്പിക്കരുത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ച് പോലും വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ചു, ഈ ഭക്ഷണം കഴിച്ചു, അപ്പം കഴിച്ചു, ഇപ്പം കഴിച്ചു, ഇത്രയും കഴിച്ചു, കുറച്ച് കഴിച്ചു, കൂടി കഴിച്ചു, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു പോലും സഹോദരനെ കുറ്റം വിധിക്കുന്ന ഒരു കാലത്തിലാണ് നിന്ന് പറയുന്നത്. അങ്ങനെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല,
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനുമാകുന്നു. അപ്പോൾ മനുഷ്യർക്ക് കൊള്ളാവുന്നവനല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ദൈവത്തിന് ചെയ്യുന്നുവെങ്കിൽ അത് മനുഷ്യന് ചെയ്താലേ ദൈവത്തിന് ചെയ്തതാകുള്ളൂ. അത് ക്രിസ്തു പറയുന്ന രൂപമേ. നീ എന്നെ തടവിൽ കണ്ടു എനിക്ക് ആഹാരം തന്നു, ഞാൻ നഗ്നനായിരുന്നു ഉടുപ്പിച്ചു, രോഗിയായിരുന്നു കാണുവാൻ വന്നു. അപ്പം എൻ്റെ അടുത്ത ഇതിൽ പറയാം, നീ എനിക്ക് ആഹാരം തന്നില്ല, ഞാൻ വിശന്നപ്പോൾ, ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്നില്ല, തടവിലായിരുന്നപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചില്ല. ഇതൊക്കെയും പറയുമ്പോൾ ഇതെപ്പോൾ ഞാൻ ചെയ്തു, എപ്പോൾ ചെയ്തു, രണ്ട് സന്ദർഭത്തിലും ചോദിക്കും എന്നുള്ള ഒരു രൂപം പറയുന്നുണ്ട്. ഈ സഹോദരന്മാരൊരുത്തന്, ചെറിയവന്, ഈ സഹോദരനൊരുത്തന് നീ ചെയ്തതൊക്കെയും എനിക്ക് ചെയ്തതാകുന്നതാണ്. അപ്പം നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെയും നമ്മളെപ്പോലെ അതേ സൃഷ്ടിയായിരിക്കുന്ന മറ്റൊരു മനുഷ്യനാണ്. നമ്മളോട് കാണിക്കുന്ന സ്നേഹം തന്നെ അവനോടും ദൈവം കാണിക്കുന്നുണ്ട്. നമ്മളോട് മാത്രമല്ല. മഴ പെയ്യുമ്പോൾ ഈ ദൈവജനത്തിന് മാത്രമല്ലല്ലോ മഴ പെയ്യുന്നത്, ഭൂമിയിൽ എല്ലാവർക്കും മഴ പെയ്യുന്നുണ്ട്. എല്ലാ ദുഷ്ടന്മാർക്കും അവർക്ക് മഴ. ആഹാരം കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ദൈവമക്കൾക്ക് മാത്രമാണ് ആഹാരം ലഭിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ആഹാരം ലഭിക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും വസ്ത്രമുണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും താമസിക്കാൻ സ്ഥലമുണ്ടല്ലോ. ഇതൊന്നും ദൈവമക്കളായിരുന്നില്ലെങ്കിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ദൈവം അവരെ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരോടും ഇടർച്ച വെക്കേണ്ട കാര്യമില്ല. ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാർ തിന്നരുതെന്ന് പറയുന്നുണ്ട്. നിനക്കുള്ള വിശ്വാസം ദൈവത്തിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെ താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ എന്ത് ചെയ്താലും വിശ്വാസത്തിൽ നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഈ അവസരം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അപ്പോൾ വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തും വിശ്വസിക്കാമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ദൈവ കൽപ്പനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഉള്ള വിശ്വാസം. ദൈവം ഇന്നയാളാണ് ദൈവം എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഇന്നയാളെ ദൈവമെന്ന് കാണൂ എന്ന് പറയുന്ന വിശ്വാസം, ആ വിശ്വാസം സംബന്ധിച്ചല്ല. ഏത് വിശ്വാസവും ഹൃദയത്തിൽ നിന്നായിരിക്കണം. അല്ലാത്ത വിശ്വാസമൊക്കെയും പാപമാണ് എന്നാണ് പറഞ്ഞിട്ടാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 14-ാം അധ്യായം അവസാനിക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ദൈവം സഹായിക്കാൻ തയ്യാറുള്ള ദൈവമാണ്. ദൈവം നമ്മുടെ താല്പര്യമൊക്കെയും ദൈവം ഹൃദയപൂർവ്വം നിവർത്തിച്ചു തരുമാറാകട്ടെ. കൂടുതലായി ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളത് നമ്മുടെ നിത്യജീവനിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തെ കൂടുതൽ ലഘുവാക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഈ വചനത്തെ ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ ആ പരിജ്ഞാനവും ദൈവം തരുന്ന സന്തോഷവും നിറയുന്ന ജീവിതത്തോടെ കഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒന്നും നമുക്ക് കണക്കിടാതെ ദൈവത്തിനെ മാത്രം നോക്കി ദൈവത്തെ സ്തുതിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞും തേജസ്സിൻ്റെ ഘനം മുമ്പിൽ വച്ചിരിക്കുന്ന ലക്ഷ്യം, സന്തോഷം നോക്കി നമുക്ക് ജീവിക്കാം. നന്ദി.